ഈ വീഡിയോ സീരീസിലെ ആദ്യ ഭാഗത്ത് നമ്മൾ കടുവയുടെ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൻ്റെ സൗന്ദര്യവും ശക്തിയും മാത്രമല്ല, അതിൻ്റെ ഏകാന്തതയും അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങളും ആഴത്തിലുള്ള ജനിതക രഹസ്യങ്ങളും നമ്മൾ അടുത്തെറിയാൻ പോകുന്നു. കാടിൻ്റെ രാജാവ്, ഏകാന്തനായ പോരാളി, ഒരു കടുവയുടെ ജീവിതം. ഒരു കടുവയുടെ ജീവിതം ഒറ്റപ്പെട്ടതാണ്. സിംഹത്തെപ്പോലെ കൂട്ടമായി ജീവിക്കുന്ന ഒരു സ്വഭാവം അതിനില്ല. സ്വന്തമായി ഒരു ലോകം സൃഷ്ടിച്ച് അതിൽ ഒരു രാജാവിനെ പോലെ ഭരണം നടത്തിയാണ് അതിൻ്റെ ജീവിതം. ഒരു കടുവയുടെ ലോകം, അതായത് അതിൻ്റെ അധികാര സീമ, നൂറുകണക്കിന് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കാം. ഈ അതിർത്തികൾ ഒരു സാധാരണ മനുഷ്യൻ്റെ വീടിൻ്റെ അതിരുകളല്ല. അതൊരു മഹാവനമാണ്. മലകളും പുഴകളും ഗുഹകളും നിറഞ്ഞ അതിൻ്റെ മാത്രം ലോകം. ഓരോ കടുവയും അതിൻ്റെ അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. മരങ്ങളിൽ നഖം കൊണ്ട് മാന്തിയും മൂത്രം ഉപയോഗിച്ച് ഗന്ധം പരത്തിയും മറ്റു കടുവകൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് എൻ്റെ ലോകമാണ്, ഇവിടെ എൻ്റെ നിയമങ്ങളാണ് എന്ന് അത് ഓരോ തുള്ളിയിലും ഓരോ വരയിലും കാടിനോട് വിളംബരം ചെയ്യുന്നു. നിഴലുകൾ വീണുകിടക്കുന്ന കാടിൻ്റെ വഴികളിലൂടെ, പുല്ലുകൾക്ക് മുകളിലൂടെ ഒരു തുള്ളി പോലും ശബ്ദമുണ്ടാക്കാതെ അത് നീങ്ങുന്നു. അതിൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള രോമങ്ങളും കറുത്ത വരകളും കാട്ടിലെ പ്രകാശരശ്മികളിൽ ഒരു നിഴൽ പോലെ തോന്നിപ്പിക്കുന്നു. ഓരോ കടുവയ്ക്കും ഈ വരകൾ വ്യത്യസ്തമാണ്. നമ്മുടെ വിരലടയാളം പോലെ ഈ വരകളാണ് അതിൻ്റെ വ്യക്തിത്വം. ഈ വരകളാണ് അതിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളം. ഒരു കടുവയുടെ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ഉറങ്ങിയോ വിശ്രമിച്ചോ ചിലവഴിക്കുന്നത്. പ്രത്യേകിച്ച് വയറു നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏകദേശം 16 മുതൽ 18 മണിക്കൂർ വരെ അത് ഉറങ്ങാൻ സാധ്യതയുണ്ട്. കടുവകൾക്ക് രാത്രികാലങ്ങളിലാണ് കാഴ്ചശക്തി കൂടുതൽ. അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ഇവ വേട്ടയാടാൻ ഇറങ്ങുന്നത്. സന്ധ്യ മയങ്ങുമ്പോൾ, കാട് നിശബ്ദമാകുമ്പോൾ വേട്ട തുടങ്ങാനുള്ള സമയമാകുന്നു. കടുവയുടെ കണ്ണുകൾ കാടിൻ്റെ ഇരുളിൽ തിളങ്ങുന്നു. അതിൻ്റെ കാഴ്ചശക്തിയും കേൾവിശക്തിയും വളരെ അപാരമാണ്. ക്ഷമയോടെ മണിക്കൂറുകളോളം അത് ഇരയെ വീക്ഷിക്കുന്നു. ഏറ്റവും ദുർബലമായ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. മാൻ, പന്നി, കാട്ടുപോത്ത്, ചിലപ്പോൾ മ്ലാവിനെ പോലെയുള്ള വലിയ മൃഗങ്ങൾ പോലും അതിൻ്റെ ഇരകളാകുന്നു. അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വേഗതയിൽ, ഒരു മിന്നൽ പിണർ പോലെ അത് ഇരയിലേക്ക് കുതിക്കുന്നു. വേട്ട കഴിഞ്ഞാൽ ഇരയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി അത് ദിവസങ്ങളോളം അതിൻ്റെ ഭക്ഷണമായി കഴിക്കുന്നു. ഓരോ കടുവകളുടെയും രോമങ്ങളിലെ കറുത്ത വരകൾ ഒരു വിരലടയാളം പോലെ വ്യത്യസ്തമാണ്. ജനിതക വിശകലനങ്ങൾ വഴിയാണ് ശാസ്ത്രജ്ഞർ ഈ വരകളുടെ വ്യത്യാസങ്ങൾ പഠിക്കുന്നത്. ഈ വിശകലനങ്ങൾ കടുവകളുടെ എണ്ണവും ആരോഗ്യവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരേ വർഗത്തിലുള്ള കടുവകൾ തമ്മിലുള്ള ബന്ധം പഠിക്കാനും പുതിയ തലമുറയുടെ ആരോഗ്യപരമായ വിവരങ്ങൾ മനസ്സിലാക്കാനും ജനിതക വിശകലനങ്ങൾ സഹായകരമാണ്. ലോകത്ത് പ്രധാനമായും 6 ഉപവർഗങ്ങളിലുള്ള കടുവകളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഒന്നാമത്തേത് ബംഗാൾ കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗമായ ബംഗാൾ കടുവയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ വനങ്ങളിൽ ഇവയെ കാണാം. മറ്റ് കടുവകളെ അപേക്ഷിച്ച് ശക്തമായ ശാരീരിക ഘടനയും തിളക്കമുള്ള ഓറഞ്ച് നിറവും ഇവയുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തേത് സൈബീരിയൻ കടുവകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടുവയാണിത്. റഷ്യൻ ഫാർ ഈസ്റ്റ്, ചൈനയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുന്നത്. തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന കട്ടിയുള്ള രോമങ്ങളും ശരീരഭാരവുമാണ് ഇവയ്ക്കുള്ളത്. ഇതിന് അമൂർ കടുവ എന്നും പേരുണ്ട്. മൂന്നാമത്തേത് ഇൻഡോ ചൈനീസ് കടുവയാണ്. തായ്ലൻഡ്, മ്യാൻമർ, ലാവോസ്, കംബോഡിയ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ബംഗാൾ കടുവയേക്കാൾ അല്പം ചെറുതാണ് ഇവ. നാലാമത്തേത് മലയൻ കടുവ. മലേഷ്യൻ ഉപദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഈ ഉപവർഗം 2004 പ്രത്യേകമായി തിരിച്ചറിയപ്പെട്ടത്. അഞ്ചാമത്തേത് സുമാത്രൻ കടുവ. ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മാത്രം കാണപ്പെടുന്ന കടുവയാണിത്. നിലവിൽ ജീവിച്ചിരിക്കുന്ന കടുവകളിൽ ഏറ്റവും ചെറുതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഒന്നാണിത്. തെക്കൻ ചൈന കടുവ. വളരെ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഉപവർഗമാണിത്. ഇതിനെ കാടുകളിൽ കാണാൻ നിലവിൽ സാധ്യത വളരെ കുറവാണ്. എങ്കിലും മൃഗശാലകളിൽ ഇവയുടെ സംരക്ഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം വംശനാശം സംഭവിച്ച 3 പ്രധാനപ്പെട്ട കടുവകളുണ്ട്. ഒന്ന് ബാലി കടുവ. ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിൽ ജീവിച്ചിരുന്ന ഏറ്റവും ചെറിയ കടുവയാണിത്. 1940കളിൽ ഇതിന് വംശനാശം സംഭവിച്ചു. മറ്റൊന്ന് ജാവൻ കടുവ. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിൽ കാണപ്പെടുന്ന ഈ കടുവ 1970കളിൽ ഇല്ലാതായി. അവസാനത്തേത് കാപ്സിയൻ കടുവ. തുർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈനയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്ന ഇവ 1970കളിൽ വംശനാശം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഈ ഓരോ ഉപവർഗത്തിനും അവരുടേതായ ജനിതക പ്രത്യേകതകളുണ്ട്. ഇതിൽ തന്നെ വെളുത്ത കടുവകൾ ഒരു പ്രത്യേക വർഗമല്ല. അതൊരു ജനിതകപരമായ വ്യതിയാനം അഥവാ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം സംഭവിക്കുന്ന ഒരു പ്രത്യേകത മാത്രമാണ്. ലോകമെമ്പാടും, ഇന്ത്യയിലും ലോകത്തിലെ കടുവകളിൽ ഏകദേശം 70% കാണപ്പെടുന്നത് നമ്മുടെ രാജ്യത്താണ്.
ഇന്ത്യ, റഷ്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ചൈന, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വനങ്ങളിലാണ് കടുവകളെ കൂടുതലായി കാണുന്നത്. ഇന്ത്യയിലെ ബംഗാളിലെ സുന്ദർബൻസ്, കേരളത്തിലെ പെരിയാർ, കർണാടകയിലെ നാഗർഹോളയും ബന്ദിപ്പൂരും, മധ്യപ്രദേശിലെ കാൻഹ, ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ്, രാജസ്ഥാനിലെ രൺഥബോർ തുടങ്ങിയ കടുവാ സങ്കേതങ്ങൾ കടുവയുടെ സംരക്ഷണത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്നു. കടുവകളുടെ നിലനിൽപ്പിന് ഈ വനങ്ങളുടെ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. ഒരു കടുവയുടെ ആയുർദൈർഘ്യം കാട്ടിൽ ഏകദേശം 10 മുതൽ 15 വർഷം വരെയാണ്. എന്നാൽ മൃഗശാലകളിൽ മെച്ചപ്പെട്ട പരിചരണവും ഭക്ഷണവും ലഭിക്കുന്നതുകൊണ്ട് ഏകദേശം 20 വർഷം വരെ ജീവിച്ചെന്ന് വരാം. കാട്ടിലെ ജീവിതം കടുവകളെ സംബന്ധിച്ച് ഒരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അവയ്ക്ക് പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട്. ദുർബലമായ പ്രതിരോധശേഷി, വേട്ടയാടുന്ന സമയത്തുണ്ടാകുന്ന മുറിവുകളിലൂടെ പകരുന്ന അണുബാധകൾ, ചിലതരം വൈറസ് രോഗങ്ങൾ എന്നിവയൊക്കെ കടുവകൾക്ക് ഭീഷണി ഉയർത്താറുണ്ട്. എങ്കിലും പ്രകൃതി അതിൻ്റെ ശക്തിയും പ്രതിരോധശേഷിയും അതിന് നൽകിയിട്ടുണ്ട്. ഏകാന്തനായ ഒരു കടുവയുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. അതൊരു പെൺകടുവയെ തേടിയുള്ള യാത്രയാണ്. ഇണചേരുന്ന സമയങ്ങളിൽ ആൺകടുവയും പെൺകടുവയും കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നീട് ആൺകടുവ അതിൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോകുന്നു. 100 ദിവസത്തെ ഗർഭകാലത്തിന് ശേഷം ഒരു ഗുഹയിലോ കുറ്റിക്കാടുകൾക്കിടയിലോ സുരക്ഷിതമായ ഒരിടത്ത് അമ്മക്കടുവ 2-3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. കടുവ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ കണ്ണുകൾ തുറന്നിട്ടുണ്ടാവില്ല. അവർ തീർത്തും നിസ്സഹായരാണ്. ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ അവർ അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയുന്നു. 2 വർഷത്തിന് ശേഷം കടുവ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുന്നു. അമ്മയുടെ അടുത്തു നിന്നും പഠിച്ച വേട്ടയാടാനുള്ള കഴിവുകൾ അവർക്ക് സ്വന്തമാകുന്നു. പിന്നീട് അവർ സ്വന്തം ലോകം തേടി യാത്ര തുടങ്ങുന്നു. നമ്മുടെ ഉത്തരവാദിത്വം അവസാനമായി കടുവ എന്ന ഈ മഹത്തായ ജീവി നമ്മുടെ ഭൂമിയുടെ ഒരു അമൂല്യ സമ്പത്താണ്. അതിൻ്റെ ജനിതക വൈവിധ്യം, അതിൻ്റെ ജീവിത രീതികൾ, ഓരോ അടയാളങ്ങളും ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ്. ഒരു കടുവയെ സംരക്ഷിക്കുക എന്നത് കേവലം ഒരു മൃഗത്തെ സംരക്ഷിക്കുക മാത്രമല്ല, കാടിൻ്റെ ഹൃദയത്തെയും പ്രകൃതിയുടെ താളത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവയെപ്പോലെ ഈ കാടിൻ്റെ ഓരോ ഭാഗത്തെയും അടുത്തറിയാൻ നമുക്ക് ശ്രമിക്കാം. ഈ വീഡിയോ സീരീസിൻ്റെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. നന്ദി.